ഈ ക്രിമിനൽസ് സിറ്റിക്കകത്ത് തന്നെ പാർപ്പിക്കണമെന്നുണ്ട്. വൈ ഷുഡ് യു കീപ് ദം ഇൻ ദ സിറ്റി? നമ്മളെ കേരള പോലീസും കോർപ്പറേഷനും കൂടെ കൈകോർത്ത് ആ മ്യൂസിയം സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇടിച്ച വാഹനങ്ങൾ മൊത്തം മാറ്റി റോഡിലോട് കൈയേറിക്കൊണ്ടിരിക്കുക. നമ്മൾ പൂജപ്പുര ജയിൽ 7 ഏക്കറാണ്, അതിന് ചുറ്റുപാട് കിടക്കുന്നത് 43, 50 ഏക്കറാണ് സ്ഥലം. നമ്മൾ ആ ഇരിക്കുന്ന പ്രിസണിനെ ഒരു ഹെറിറ്റേജ് പ്ലേസ് ആക്കി മാറ്റി. നമ്മുടെ ഈ പ്രിസണേഴ്സിനെ ഇവരെല്ലാം ക്രിമിനൽസാണ്, കോടതി കണ്ടുപിടിച്ച് ശിക്ഷിച്ച ക്രിമിനൽ. ഈ ക്രിമിനൽസ് സിറ്റിക്കകത്ത് തന്നെ പാർപ്പിക്കണമെന്നുണ്ടോ? വൈ ഷുഡ് യു കീപ് ദം ഇൻ ദ സിറ്റി? ഇവരെ കുറച്ച് ദൂരെ കൊണ്ട് ഓപ്പൺ ജയിലിലൊക്കെ വിട്ട് ഒരു ആ ചട്ടക്കൂട്ടിൻ്റെ അകത്ത് തുറന്ന് വിട്ട് കുറച്ചുകൂടെ മനുഷ്യനാക്കി മാറ്റിയെടുക്കാമല്ലോ. ഈ സ്ഥലം കുറച്ചുകൂടെ പബ്ലിക്കിന് തുറന്നു കൊടുത്ത് ആൾക്കാർക്ക് വൈകിട്ട് വന്നിരിക്കാനും പബ്ലിക് സ്പേസ് കൊടുക്കാനും. പണ്ട് നമുക്ക് പബ്ലിക് സ്പേസ് ഉണ്ടായിരുന്നു, പുത്രികണ്ഠം മൈതാനം, ആൻഡമാൻ നിക്കോബാർ. അപ്പോൾ നമുക്ക് ആ പ്രിസണിന് നമുക്ക് ടൂറിസം പ്ലേസ്, ആൾക്കാർക്ക് വേണമെങ്കിൽ സെല്ലിൻ്റെ അകത്ത് പോയി കിടക്കാം. അപ്പോൾ ഓരോ ജയിലിൻ്റെ ഓരോ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യാം. സെക്കൻഡ് തിങ്, നമുക്ക് പണ്ട് ഒരു പബ്ലിക് സ്പേസ് ഉണ്ടായിരുന്നു, പുത്രികണ്ഠം മൈതാനം. ആ മൈതാനം 8 ഏക്കറേ ഉള്ളൂ. ഓക്കെ, ഇന്ന് 8.5 ഏക്കേഴ്സിനകത്ത് അവിടെ കെട്ടിടങ്ങളൊക്കെ കെട്ടി വന്നപ്പം സ്ഥലമില്ല, തികയത്തില്ല. അതേപോലെ നമ്മൾ നോക്കുമ്പം നമ്മൾ മ്യൂസിയം ആൻഡ് സൂ 55 ഏക്കറാണ്. അത് മാറ്റുകയോ ചെയ്യരുത്, ദാറ്റ് ഈസ് എ പ്രൈം. പക്ഷെ അവിടെ മാറ്റണം. എന്താണെന്നറിയാം, നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മളെ കേരള പോലീസും കോർപ്പറേഷനും കൂടെ കൈകോർത്ത് ആ മ്യൂസിയം സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇടിച്ച വാഹനങ്ങൾ മൊത്തം മാറ്റണം. ഓരോ ദിവസം കൂടുമ്പം റോഡിലോട് കൈയേറിക്കൊണ്ടിരിക്കുക. പല സ്ഥലത്തും ഉണ്ട് ഈ വാഹനം, ഇടിച്ച വാഹനം, മോട്ടോർ സൈക്കിൾ. ഇത് നമ്മൾ ടൂറിസ്റ്റ് വരുമ്പോൾ കാണുന്ന ഇതാണ്. ടൂറിസ്റ്റ് കാണിക്കാൻ സിറ്റി കാണിക്കുമ്പം യു ഷുഡ് ഷോ എ ക്ലീൻ സിറ്റി. അപ്പോൾ ഈ ഇടിച്ച വാഹനം മാറ്റാൻ അവർക്ക് സ്ഥലമുണ്ട്. ഇപ്പോൾ ഊളംപാറ അവർക്ക് SAP ക്യാമ്പ് 30 ഏക്കറാണ്. 30 ഏക്കറിനകത്ത് ഒരു 4-5 ഏക്കർ മാറ്റി വെച്ച് ഇതിനെ കംപ്ലീറ്റ് വെച്ചിട്ട് ലേലം ചെയ്ത് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്യാമല്ലോ. ഓരോ സ്ഥലത്ത് നമ്മൾ സിറ്റിയുടെ ലാൻഡ് എടുത്താൽ ടാഗോർ തിയേറ്റർ അല്ല, ടാഗോർ തിയേറ്റർ 5 ഏക്കറാണ്. ആ 5 ഏക്കർ നമ്മൾ എന്തുകൊണ്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ല? നല്ല രീതിയിലൊരു കൺവെൻഷൻ സെൻറ്ററോ അതിൻ്റെ അകത്ത് പാർക്കിംഗ് ആവശ്യം പോലെ ഉണ്ട്. അതിനെ കുറച്ചുകൂടെ നല്ലതായിട്ട് സർക്കാരും കൂടെ ഇൻവോൾവ് ചെയ്ത് അവിടെ വേണമെങ്കിൽ എക്സിബിഷൻ സെൻറ്ററൊക്കെ ആക്കാം. എക്സിബിഷൻ വലിയ എക്സിബിഷൻ പറ്റില്ല, എക്സ്പോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇനിയും ഒരു വലിയ സ്ഥലം വേണം. ഇതുപോലെ നമ്മൾ കനകുന്ന് പാലസ് 21 ഏക്കറാണ്.